അത് കഴിഞ്ഞ് കുറച്ച് എനിക്ക് അമ്മയ്ക്ക് നല്ല പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അപ്പം കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഛർദ്ദിക്കാൻ വരും, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ നമ്മളെ പൊതിച്ചോറ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഫുള്ളും അവൻ ഇങ്ങോട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എനിക്കൊക്കെ ചെയ്തു തന്നേത്. പിന്നെ എന്നോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കിടന്ന് ഉറങ്ങിക്കൊന്ന്, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റാൽ മതി, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരു 1.5 മണിക്കൂറാകുമ്പോഴേക്കും തുടങ്ങി ഛർദി, വയറുവേദന. ഉറങ്ങിയിട്ടില്ല കേട്ടോ, ചുമച്ചിട്ട് എന്തോ ഭയങ്കര നമുക്ക് പേടിയോടെ നിൽക്കുള്ള ഛർദിയാണ്. ഞാനിന്ന് ഇന്നലെ തമാശയൊക്കെ പറഞ്ഞിരുന്നു, ഞാനാ ഗർഭിണി, ഇങ്ങനെ ഛർദി മൊത്തം നിനക്കാന്ന്. പക്ഷേ ഇന്നിപ്പോൾ എന്തെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടി വരും, എന്താണെന്നറിയില്ല. അത് ഭയങ്കരമായിട്ട് വയറ് വേദനിക്കുന്നുണ്ട് അത്ര. അതിന് ഇതിപ്പോൾ അമ്മേനെ വിളിച്ചാൽ അമ്മേനെയൊക്കെ ചീത്തയാക്കൂട്ടോ, കാരണം അമ്മ എപ്പോഴും പറയും അവൻ നേരത്തെ ഫുഡ് കഴിക്കാത്തതിന്, അവനല്ല അപ്പൻഡീസ് വരും, നീ അവന് നേരത്തെ എന്തെങ്കിലും കൊടുക്ക്. ഞാൻ കൊടുക്കഴിഞ്ഞിട്ടല്ല, ഉണ്ടാക്കി വെച്ചാലും അവൻ കഴിക്കില്ല. അപ്പം അമ്മ പറയും നീ ചീത്ത പറഞ്ഞ് കൊടുക്കുമെന്ന് പറയും. പക്ഷെ ചെറിയ കുട്ടികളാണോ പറഞ്ഞ കേൾക്കാൻ. ഇവനാണെ പ്രത്യേകിച്ച് വേണ്ട എന്ന് പറഞ്ഞത് വേണ്ടെന്ന് തന്നെയായിരിക്കും. നമ്മൾ എത്ര പറഞ്ഞാലും നന്നാവില്ല. അപ്പോൾ ഇപ്പം എന്തായാലും വയറുവേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്നുള്ള പോയി ഡോക്ടറെ കാണിച്ചാൽ അറിയുള്ളൂ. അപ്പോൾ രാവിലെ ചായ വേണമെന്ന് പറഞ്ഞു. ചുമച്ച് തൊണ്ട ഒരു വിധമായിട്ടുണ്ട്. ഇത് കൊണ്ടുകൊടുത്തിട്ട് വരാം. ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. പിറ്റേന്ന് ഞാൻ ചേട്ടനെ കാണിച്ചു തരാം, എവിടെയാണെന്ന് അറിയില്ല, പോയി നോക്കാം. ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ചായ വേണമെന്നുണ്ട്. ഇവിടെ വന്ന് കിടക്കുകയാണോ? ഇവിടെ വയ്ക്കുകയാണോ കയ്യിലേക്കാണോ? എന്നൊക്കെയുണ്ടാവും. ചൂടാറി, ഞാൻ ചൂടാറ്റിട്ട് ഓടുന്ന കേട്ടോ. കണ്ട എന്നെ നോക്കാന്ന് പറഞ്ഞ ഇളക്കി കിടക്കണം. കുഴപ്പമില്ല, ചുമ്മാ പറഞ്ഞു, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സത്യത്തിൽ ഈ പണിയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്താ ഉള്ളൂ. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഇത് അറിഞ്ഞു എന്ന് വെച്ചിട്ട് ഉള്ള വലിയ റെസ്റ്റോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കും, അത്രയൊക്കെ ഉള്ളൂ. നമ്മളിത് അറിയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇത്ര നാൾ ചെയ്തതിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. ഒരാളും കൂടി ഉണ്ട് എന്നുള്ള ചിന്ത നമ്മളെ മൈൻഡിൽ വരും, അത്രയൊക്കെയുള്ളൂ. അല്ലാതെ അയ്യോ എനിക്ക് പ്രഗ്നൻ്റ് ആണ്, എനിക്ക് ഫുൾ റെസ്റ്റാന്ന് പറഞ്ഞിട്ട് തന്നെ കാലുമ്മ കാലിയേറ്റ് വെച്ചിരിക്കുകയല്ലേ, കാല് നീട്ടിയിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ അത് ഇന്നലെ ഒട്ടവരോട് എല്ലാവരോടും പറയും, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. എനിക്ക് ചില ടൈമിൽ ഞാൻ തലകറങ്ങും, ഛർദ്ദിക്കാൻ വരും. ഇപ്പം എനിക്ക് പെട്ടെന്ന് വന്നിട്ടോ പറയേ. ഓക്കെ, മിണ്ടാൻ പറ്റില്ല, മിണ്ടുമ്പോൾ വരിക. എൻ്റെ മൂത്തേൻ്റെ അതേ സ്വഭാവം ഒന്നും അടുത്തേനും. ഞാൻ വീഡിയോ എടുക്കുന്ന ഇവൾക്ക് ഇഷ്ടമല്ല, അതേ സ്വഭാവമാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്ക് അങ്ങനെ ഛർദ്ദിക്കുക വരിക. അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഞാൻ അപ്പോൾ പോയി കിടക്കാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ചിന്തിച്ചതിൻ്റെ ഇപ്പോൾ ഈ ചൂടല്ലേ, ചൂടാകുമ്പോൾ ഭയങ്കര പരവശവും കാര്യങ്ങളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. ഇപ്പോഴേക്കും കാര്യം മനസ്സിലായി, അതല്ല, ഇങ്ങനത്തെ കാര്യം കൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ എനിക്കുള്ളൂ നിലവിൽ. അല്ലാതെ ഇപ്പോൾ നേരെ റെസ്റ്റ് എടുക്കേണ്ട പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഡോക്ടറെല്ലാം കാണിച്ചതിൻ്റെ ശേഷമല്ലേ അറിയാമല്ലോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം എന്തായാലും രാവിലേക്ക് ഇന്നലെ തക്കാളി കറി ഉണ്ടാക്കിയപ്പോൾ ഏട്ടന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഇന്ന് കഴിക്കുന്ന എനിക്ക് അറിയില്ല, കാരണം ഇന്നലെ ദോശയൊക്കെ കഴിച്ച് അവനിങ്ങനെ മുന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഛർദി വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ അപ്പം ഛർദ്ദിക്കും. എന്ത് ഫുഡാണോ കഴിച്ചതും ഛർദ്ദിക്കും. അപ്പം ഇന്നലെ അങ്ങനെ ദോശയും തക്കാളി കറിയും കഴിച്ചിട്ട് ഛർദ്ദിച്ചു. നമുക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഫുഡ് ഇഷ്ടത്തോടെ കഴിച്ചാൽ പിന്നാലെ തന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ആ ഫുഡിനുള്ള ഇഷ്ടം പോവും. എനിക്കങ്ങനെ സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവൻ ഒരു ഷവായി കടയുണ്ട്, അവിടുത്തെ ഷവായി കഴിച്ചിട്ട് ഇതേപോലെ ഛർദ്ദിച്ച് ഓടിയിട്ട് അവൻ പിന്നെ അവിടെ കയറിയത് ഞാൻ കണ്ടിട്ടില്ല. അതല്ല ഉണ്ടായത്, അത് ആദ്യം ഒരു വട്ടം കയറി ഛർദ്ദിച്ചു, പിന്നെ കയറിയപ്പോഴും അതിന് ഇതേപോലെ ഛർദിയും കാര്യങ്ങളും വന്നു. അതോടുകൂടി അവൻ ഞങ്ങളുടെ കയറില്ലെന്ന തീരുമാനം എടുത്തു. അപ്പം അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ദോശ കഴിക്കുമോ എനിക്ക് അറിയില്ല, പക്ഷെ എനിക്കാണെങ്കിൽ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല, തക്കാളി കറിയും ദോശയും. ഞാൻ പിന്നെ അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, വൈകിയൊക്കെ തീറ്റിക്കാം. ഇതാകുമ്പോൾ നല്ല എളുപ്പമാണ്.
നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ അമ്മ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരിക്കും മുന്നത്തൊക്കെ വീഡിയോയിൽ. നമ്മൾ ഈ ചോറിനൊക്കെ തക്കാളി വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തക്കാളി വാട്ടി കറി വെക്കില്ലേ, അതേപോലെ തന്നെയാണ് അത്. പക്ഷേ നമ്മൾ ചോറിനുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റും തക്കാളി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നാൽ വെച്ചാൽ ഈ ഒരു 3 ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചോറിനുണ്ടാക്കുന്ന തക്കാളി കറിക്കാണെങ്കിലും ഇപ്പോൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ഈ കറിക്കൊക്കെ നമ്മൾ ഐറ്റംസ് ഒന്നും തന്നെയാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞങ്ങളെ ചോറിന് കൂടുതലും ഈ കറികളായിരുന്നു. കാരണം അന്ന് ഈ മിക്സി കാര്യങ്ങളൊന്നും ഇല്ല, ഗ്യാസ് അടുപ്പ് തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ലിമിറ്റേഷനാണ്. പാത്രങ്ങൾ കുറേ ഇല്ല, ഫ്രിഡ്ജില്ല. അപ്പോൾ കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ തക്കാളി സബോളയും ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ കറികൾ ഉണ്ടാക്കും. ഇതാണ് ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ്റെ വീട്ടിലുണ്ടാക്കും ഞാൻ എന്തോ പറഞ്ഞിട്ടാണ് ഞാൻ എന്നോട് ഉണ്ടാക്കിപ്പിച്ചത്. എനിക്ക് ഇങ്ങനത്തെ കറി അറിയില്ല. എൻ്റെ വീട്ടിലാണ് ഇങ്ങനത്തെ കറികളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അമ്മ ഞങ്ങൾ കഴിക്കില്ലാന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ കറികളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഇവൻ പറഞ്ഞു തന്നെ ഓരോ കറികൾ പരിപ്പുപ്പേരി എന്ന് പറഞ്ഞിട്ട് വന്നു. അന്ന് ഞാൻ എന്തിട്ടാണ് ഈ പരിപ്പുപ്പേരി എന്ന് വെച്ചിട്ട് മാനത്ത് നോക്കിയത്. പിന്നെ ഞാൻ പരിപ്പ് ഉപ്പേരി, അപ്പോൾ നമ്മൾ ഈ ഉപ്പേരി രൂപത്തിൽ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ പഠിച്ചാൽ 16 നോക്കിയിട്ട് അവസാനം ഒരു 3-4 തരം വെച്ചിട്ടാണ് അവന് ഒരു ടേസ്റ്റ് കിട്ടിയതും ആ ഒരു കാഴ്ച സ്ഥിരമാക്കിയതും. അങ്ങനത്തെ സൈക്കാണ് എൻ്റെ കെട്ട്. അവന് ഇഷ്ടപ്പെട്ട 1-2 കറികളുണ്ട്. അതെന്ന് വെച്ചാൽ മീൻ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി മീൻ വറുത്തത് വേണോ, മീൻ കറി വേണോ, അങ്ങനെയൊന്നുമില്ല. അവനൊരു പരിപ്പുപ്പേരി അച്ചാറുണ്ടെങ്കിൽ അവന് വിശപ്പിനുള്ള ചോറ് കഴിച്ചോളും. ഒരു പക്ഷേ ചിക്കനും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാണ്ട് കൂടുതൽ ഫുഡ് അവ അങ്ങനെ കഴിക്കും കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഒരു നേരത്തേക്കേ വേണ്ടോ. തോന്നിയ ടൈമിൽ തോന്നിയ ഇഷ്ടങ്ങളുള്ള ഒരാളാണ്. പക്ഷേ ദോശയും തക്കാളി കറി അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയും ഇതതിന് എപ്പോൾ കൊടുത്താലും അവൻ കഴിച്ചോളും. അങ്ങനെയുണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതായി കറി ഇങ്ങനെ ഉണ്ടാക്കുക ചോദിച്ചാൽ നമ്മൾ ആദ്യം ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത് ചൂടായി വരണം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് വേണം കിട്ടാൻ മതി. ഞാൻ ഇന്നലെ സത്യത്തിൽ കടുക് ഇടാൻ മറന്നു. ഇന്ന് കടുക് ഇടണ്ടായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. കടുക് മൊത്തം കുറച്ച് പോയി. ഇന്നപ്പോൾ തല്ലോട്ടുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? കടുക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ തല്ലോട്ടുണ്ടാവുമെന്ന്. ഞാനത് കേട്ടിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കും. അതൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായി വാട്ടിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകല്ല, ഉപ്പ്. നന്നായി വാടി വന്നതിൻ്റെ ശേഷം കാണിക്കാട്ടോ. ഇങ്ങനെ കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ ഒരുപാട് വാടിപ്പോയത്. ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, അത് ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം എരിവ് വേണം കേട്ടോ. നല്ല ടേസ്റ്റ്. 2.25 ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ മുളകും പൊടി
ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾ പറയും, എനിക്കറിയാം ഗർഭ കാലത്ത് ഒരുപാട് എരിവ് കഴിക്കാൻ പാടില്ല, അത് കുട്ടിക്ക് നല്ലതല്ല എന്നൊക്കെ പറയുമെങ്കിലും ശരിയാണ്. എനിക്ക് ഇത്ര എരിവ് വേണമെന്നുള്ളത് ഞാൻ പക്ഷെ കുറച്ചേശ്ശെ കറി എടുത്തിട്ട് കൂട്ടുക. അതേപോലെ നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് എരിവൊന്നും തോന്നില്ല കേട്ടോ. അതിൻ്റെ പച്ചമുളക് മാറി വന്നു തുടങ്ങി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞ് വെച്ചത് അതുകൂടെ ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും നന്നായി കണ്ട് ഉടഞ്ഞ് പോകണം. പക്ഷേ എനിക്ക് എത്രയ്ക്കും നിൽക്കാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല. എനിക്ക് നല്ലോണം ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഒരു തുള്ളി ദോശമാവ് കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുറുകി വരും. നമ്മൾ ഈ ദോശമാവ് ഒഴിക്കുന്നത് ആ ഗ്രേവിക്ക് ഒരു ഇങ്ങനെ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ തിളച്ച് വന്നപ്പോൾ നമുക്ക് ഇനി നമ്മളെ തക്കാളി കറി കണ്ട് ഓഫ് ചെയ്യാം. തക്കാളി കറി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പോയിട്ട് നമ്മളെ മോര് കറിയുടെ പച്ചക്കറിയും കയ്യിലൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു റീലിൽ കണ്ടതാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കിട്ടുന്ന മോര് കറിയുടെ ടേസ്റ്റാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനാണ്. സാധാരണ ഇവിടെ ഞാൻ മോര് കറി ഒന്നും വെക്കാറില്ല, കാരണം അവന് ഇഷ്ടമല്ല. അമ്പലത്തിലത്തെ മോര് കറി വിട്ട് അവൻ ചോറ് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടേസ്റ്റിലുണ്ടാക്കി കഴിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൻ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവൻ ഉഷാറായാലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്താണ്ട് മാറ്റി വയ്ക്കുമ്പോഴേക്കും എനിക്ക് തീരെ വയ്യ കേട്ടോ. നല്ല ചൂടാണ്, അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം സിറ്റൗട്ടിലാണ്ട് വന്നിരുന്ന് ഫോണിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചോറും പിന്നെ പരിപ്പ് കറിയുടെ വീഡിയോ കണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, മോര് കറി മാത്രം ഒതുക്കണില്ല, എനിക്ക് 1-2 കറി മേളിൽ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പൊക്കെ വേവിച്ച് ഉപ്പേരി ആച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വേഗം പോയിട്ട് നാളെ കാത്തുമ്മനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. അവൾ എഴുന്നേറ്റിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണ് അവളെ കുളിപ്പിക്കാറ്. അപ്പം ഞാനും അവളെ ഒരുമിച്ചല്ലേ കുളിക്കുക. അപ്പം എനിക്കൊന്ന് വേഗം കുളിക്കണമെങ്കിൽ വെച്ചാൽ നടക്കില്ല. അങ്ങനെ ഞാൻ അവളെ എഴുന്നേൽപ്പിച്ച് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റ് ഇങ്ങനെ ഉമ്മയൊക്കെ തരുന്നോളും. പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് അവൾ അലമ്പത്തരൊക്കെ തുടങ്ങുള്ളൂ. പിന്നെ അവളൊന്ന് നോക്കിയതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് എൻ്റെ മുഖത്തും കൈമയും കാര്യമൊക്കെ എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഈ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഈ ഒരു 10 മാസം നന്നായി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം നടന്നിട്ട് കുളിച്ചാൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എണ്ണയ്ക്ക് തേക്കുന്നത്. ഞാൻ സാധാരണ എണ്ണ തേച്ചിട്ട് ഞാൻ കുളിക്കുക. പക്ഷെ അത് വെളിച്ചെണ്ണ തേച്ച് ഞാൻ അപ്പം തന്നെ കുളിക്കും. ഇങ്ങനെ എണ്ണ തേച്ച് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ചൊക്കെ എണ്ണ തേച്ച് നിൽക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ എൻ്റെ മേത്തെല്ലാം എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം നാളെ കാത്തുമ്മ ഞാൻ വിളിച്ചു വരുത്തുന്നുണ്ട് അവൾക്ക് എണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളെ മുഖത്തും കൈമും കാര്യമൊക്കെ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് വലിയ ഇഷ്ടമല്ല എണ്ണ തേക്കുന്നത്. കുളിക്കാൻ ഇഷ്ടമാണെങ്കിൽ എണ്ണ തേക്കുന്ന പരിപാടിക്ക് അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഈ കൈയും കാലൊക്കെ പിടിച്ച് ഇങ്ങനെ വലിച്ച് നിവർത്തി വയ്ക്കുമല്ലോ, നന്നായി തേച്ചായിട്ട് നന്നായി ഒതുക്കി കൊടുക്കുമല്ലോ, അതൊന്നും അവൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഞാനതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കണോണ്ടാണ് ചെറിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്ര ചെറിയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ കുറച്ച് നേരം നടന്നതിന് ശേഷം ഞാൻ വേഗം ഒരു കുളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം റെഡി ആവുന്നുണ്ട്. ഒരു കുരയൊക്കെ തൊട്ട് നല്ല വൃത്തിയിലിരിക്കാമെന്ന് വിചാരിച്ചു. ഈ സമയത്ത് നമ്മൾ എത്രത്തോളം പോസിറ്റീവായിരിക്കണം അത്രത്തോളം നമ്മൾ ബേബിക്ക് നല്ലതെന്ന് പറയും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കാത്തൂനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും മാക്സിമം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വൃത്തിയിൽ എന്നിട്ട് നടന്നത്. പിന്നെ അതാ ഞാൻ വേഗം വന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഞാൻ കാത്തുമ്മയ്ക്ക് ഉരുളക്കിഴങ്ങ് വറുത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കുറച്ചെടുത്ത് വറക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് സാധാരണ ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല. എപ്പോഴെങ്കിലാണ് അവൾ ചോദിക്കുക. അപ്പോൾ അത് ഇന്നതൊക്കെ എടുത്തൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഉരുളക്കിഴങ്ങ് വറക്കണില്ലേ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വന്നതാട്ടോ അവൾ. എന്നിട്ട് അത് കഴിച്ചോ അതും ഇല്ല കേട്ടോ. അവൾ ദോശ കഴിച്ചത്. ഇങ്ങനെ അതൊക്കെ ചീപ്പിക്കാൻ മാത്രം അവൾക്ക് ഇഷ്ടമുള്ളൂ, കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെ അതിൻ്റെ ദോശ ഉണ്ടാക്കലും പണികളൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം കൊണ്ട് മേശമ കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. ഏട്ടൻ്റെ ആണെങ്കിൽ കുളിക്കാൻ പോയിക്കാം, കുളിച്ചിട്ടൊന്ന് വരട്ടെ വെച്ച് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ ഞാൻ കുറച്ച് നേരം കാത്തുമ്പരം അടുത്ത് വന്നിരുന്ന് വർത്താനം പറയാം കേട്ടോ. അപ്പം അമ്മ ബേബി എപ്പോഴാണ് വരിക? ബേബി ആണെങ്കിൽ പാലൂച്ച കാത്തൂൻ്റെ അല്ലേ? ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചാൽ കൊഞ്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവൾ മൊത്തത്തിൽ അങ്ങോട്ട്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാത്തുവരെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചുമ്മാ വെറുതെ ഇങ്ങനെ ബണ്ണിട്ട് കൊടുക്കണുള്ളൂ, കാരണം മുടിയുടെ നനവ് അങ്ങോട്ട് മാറിയിട്ടില്ലേ. പിന്നെ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. എനിക്കിങ്ങനെ കഴിക്കാതിരിക്കാനൊക്കെ ഭയങ്കര ആവേശമാണ്. കുറച്ചാണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരിക. ആകെ ഒരു മട്ടിപ്പട ഫുഡിനോടൊക്കെ. അതുകൊണ്ട് ഞാൻ ഒരു പകുതി ദോശനെ കഴിച്ചിട്ടുള്ളൂ. അതും ഇങ്ങനെ കുറേ കറിയിലാണ് മുക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത്രയ്ക്കുള്ളൂ. എനിക്ക് ദോശയുടെ സ്മെല്ലോ അതൊന്നും എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ ദോശയോടൊന്നും വെറുപ്പുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം എനിക്ക് ദോശയോട് വെറുപ്പ് തോന്നുന്നത്. അതാണ് എനിക്ക് ആകെ ഒരു വിഷമം. പിന്നെ നന്നായി ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചൂടുകൊണ്ടാണ് എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടേ ഇരിക്കണം. അവൻ കണ്ട കാത്തൂൻ്റെ ഒരു പകുതി ദോശ കഴിച്ചിട്ട് അവൻ നിർത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി പിന്നെ ചീത്ത പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ മുന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് 2 മുന്തിരി കഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ കഴിക്കും 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തെറ്റുമ്പോൾ അപ്പം അതൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞു കുട്ടികളെങ്ങാട്ടും അപ്പുറമാണ് അവൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ കുഞ്ഞു കുട്ടികളെന്തോ ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം എനിക്ക് റെസ്റ്റായിരുന്നു. അതെല്ലാം കഴിഞ്ഞൊരു 12 മണിയാകുമ്പോൾ ഞാൻ വന്നിട്ട് മോര് കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മത്തങ്ങയും കുമ്പളങ്ങയും ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് വേവിക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ആ നേരത്തിന് അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അരി, പരിപ്പ്, ഉലുവ ഇട്ടിട്ട് അതേപോലെ ഒരു 3 മുഴുവൻമുളക് ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. എൻ്റെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ര കരിയിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്ത് കറക്റ്റ് അളവിലായിരുന്നാലും അത് അടുപ്പത്ത് നിന്ന് മാറ്റാൻ തന്നെ ചെറിയ ചൂടടിച്ചിട്ട് നമുക്ക് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാകമൊക്കെ എത്തുമ്പോൾ നമുക്കതങ്ങോട്ട് മാറ്റി വേറെ പാത്രത്തിൽ ഇട്ട് വെക്കണം. ഈ എണ്ണയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞോളും. അതാണ് എനിക്കുണ്ടായത്. അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. പിന്നെ ഒരു ജാറെടുക്കുക, അതിലേക്ക് ഒരു പകുതി നാളികേരം, ഒരു മുറി നാളികേരം എന്ന് പറയില്ലേ, അതും 2 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടമുളക് കഴിക്കാൻ ഞാൻ 2 ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ വറുത്ത് വെച്ച ആ അരിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് അതിന് കോരിയോണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് നല്ല ചാന്ത പോലെ അരച്ചെടുക്കണം. അപ്പം ഞാൻ വേഗം കൊണ്ടിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കുക. എന്നിട്ട് അതിലേക്ക് ആ അരപ്പ് അരച്ച പാത്രമില്ല അത് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി അവിടെ ഒന്ന് തിളക്കട്ടെ. അവിടെ തള വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട തൈരില്ലേ, ആ തൈരൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കട്ട തൈരാണ് കൂടുതൽ എടുക്കുന്നത്. അതിലേക്ക് ഒരു നല്ല പുളിയുള്ള തൈരും കൂടി ഒഴിക്കണം കേട്ടോ. കാരണം ഗുരുവായൂരത്ത് മോര് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായി അടിച്ചാണ്ട് കൊണ്ടുവയ്ക്കുക. പിന്നെ നമ്മളിത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. ഗുരുവായൂരത്തെ മോര് കറിയിൽ മധുരം ഉണ്ടാവും, നല്ല പുളിയും ഉണ്ടാവും. പിന്നെ നമ്മൾ മോര് ഒഴിച്ച ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. അങ്ങനെ നമ്മൾ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാച്ചി കൊട്ടാം. അപ്പോൾ കടുകും കുറച്ച് ഉലുവയും മുഴുവൻമുളകും ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കതിലേക്ക് എന്തിട്ട് കൊടുക്കണം, കുറച്ച് കായം പൊടി അതിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മുളകും പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കരിയാൻ പാടില്ല, കരിയാണ്ട് മുന്നേ എടുത്ത് കൊട്ടണം കേട്ടോ. വേണ്ട, മോര് കറിക്ക് നല്ലൊരു കളറ് കിട്ടും നമ്മളിങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ. കാച്ചി കൊട്ടുമ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ടാൽ അത് കഴിഞ്ഞതാണ്. ഞാൻ ഒരു 3-4 ഉണക്കമീൻ എടുത്ത് വറക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്താണ് ഉണക്കമീൻ കൂട്ടുകാരാഗ്രഹം. അപ്പോൾ അതും കൂടി വറുത്ത് വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകുന്നുണ്ട്. ഈ ടൈമിലൊക്കെ ഏട്ടൻ ഭയങ്കരമായിട്ട് വയ്യാതെ കെടുപ്പാണ് കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല, ഇങ്ങനെ അവസ്ഥയിൽ തന്നെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു പണികളാണ്, ഒരുപാട് പാത്രങ്ങളും കാര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ അപ്പം ക്ലീൻ ആക്കണ കാരണം അതൊക്കെ കഴുകി അതേപോലെ എൻ്റെ അടുപ്പെല്ലാം തുടച്ചാണ് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇന്നത്തെ അടുക്കള ഡ്യൂട്ടി കഴിഞ്ഞു. ഇപ്പോൾ രാത്രിക്കുള്ള ഫുഡും ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ അവിടെ കുറച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അടുപ്പൊക്കെ ചൂടുള്ള കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു പണി ചെയ്യുന്നത്. ഇടയ്ക്ക് എൻ്റെ കൈമ പൊള്ളാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും ഈ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് കൈ ഉടക്കനെ തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഏട്ടൻ പറയും ചൂടാറിയിട്ട് ചെയ്താൽ മതി പോണ്, നീ പെങ്കട പോണേ ചോദിച്ചാലും എനിക്ക് ആ ചൂടോടക്കനെ ചെയ്യണം. അല്ലാതെ പിന്നെ വന്നിട്ട് എനിക്ക് അടുക്കള തുടയ്ക്കുക വെച്ചാൽ എനിക്ക് മടിയുള്ള കേസാണ്. നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് അതിൻ്റെ ഒറ്റയടിക്ക് എനിക്ക് ഈ പണികളെല്ലാം ചെയ്താണ് തീർക്കണം കേട്ടോ. എന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതെല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ മൂടി വയ്ക്കേണ്ട പാത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ മുഷിക്കണ്ട.
വീണ്ടും ഞാൻ കുറച്ച് നേരം പോയി കിടന്നോട്ടെ. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കിടന്നതിന് ശേഷം ഒരു 1:30 ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉണക്കപ്പയർ ഉപ്പേരി ഉണ്ട്, പരിപ്പ് ഉപ്പേരി ഉണ്ട്, മീനച്ചാർ, ഉണക്കമീൻ വറുത്തത്, മോര് കറി. ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്കിന്ന് ഉച്ചത്തേക്ക് ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ ഞാനിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടുകയാണ്. നമ്മൾ കാത്തുമ്മയ്ക്ക് ഇതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഇത്തരം കറികൾ കൂട്ടിയെങ്കിൽ നല്ല എരിവ് വരില്ലേ എന്നുള്ള സംശയം എനിക്കുണ്ട്. പക്ഷെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അവൾ പിണങ്ങാൻ നിൽക്കൂട്ടോ. ആദ്യത്തെ തന്നെ അവൾക്ക് കറി കഴിച്ചിട്ട് ഞാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ബാക്കിയുള്ള പ്ലേറ്റിലെല്ലാം കറി വെച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക ചെയ്തത്. എനിക്ക് മോരുകറി നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ശർക്കര ആണെങ്കിൽ പഞ്ചസാരയുടെ ഫ്ലേവർ മാറി കിട്ടും. ഗുരുവായൂർ അമ്പലത്തിൽ എന്തായാലും ശർക്കര കൊണ്ടായിരിക്കും ഉണ്ടാക്കണ്ടാവുക. ബാക്കിയെല്ലാം നമ്മൾ ഗുരുവായൂർ അമ്പലത്തെ മോരുകറിയുടെ സെയിം ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഉപ്പേരിയോ കാര്യങ്ങളൊന്നും ഒരുപാട് എടുക്കാൻ നിന്നില്ല. കൂടുതലും മോരുകറി കൂട്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് ഗുരുവായൂർ നമുക്ക് ഉണക്കമീൻ കിട്ടില്ല, അത് മാത്രമാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ മോരുകറിയുടെ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും നിനക്ക് 2 വട്ടം മേടിച്ചു കൊടുത്തു. ഇഷ്ടം തോന്നിയത് അല്ലാതെ മോരുകറി കഴിക്കില്ല കേട്ടാ. അമ്പലത്തിന്റെ മോരുകറി മാത്രമാണ് അപ്പൊ മോരുകറിയിൽ കഴിക്കാറുള്ളൂ. അല്ലാതെ മോരുകറിയോട് താല്പര്യം ഇല്ല. പിന്നെ നമ്മൾ അന്ന് ഗുരുവായൂർ നീ കൊണ്ടുവന്നല്ലേ. കാത്തുമ്മനെ ഞാൻ സമ്മതിച്ചു. കാരണം മീനച്ചാറും ഉപ്പേരും പരിപ്പും എല്ലാം കൂട്ടി കുഴച്ചിട്ട് നല്ല എരിവുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവൾ കഴിക്കുന്നത്. ഞാൻ വിചാരിച്ചില്ല അവൾ ഫുള്ളും കഴിക്കുന്നത്. പക്ഷെ അവൾ ഫുള്ളും ചോറുണ്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട് മോരുകറി. ഇടയ്ക്ക് ഉണക്കമീൻ പിടിച്ച് അവരെ കടിയും കടിക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടത്, ഉണക്കമീനൊക്കെ സൈഡിൽ നിന്ന് കടിക്കണം എന്നൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ കഴിക്കണം കേട്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ കഴിക്കാറ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല കാലുവേദന ഉണ്ടായിരുന്നു. എനിക്ക് സ്വതവേ കാലുവേദനയുള്ള ഒരാളാണ്. വർക്കിലൊക്കെ കുറേ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലാതെ അതിൻ്റെ ഇടയിൽ നമ്മളെ കാത്തുമ്മ ഏട്ടനോട് അടി ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ഒന്ന് കട്ടാക്കിയത്. അപ്പോൾ ഏട്ടൻ എനിക്ക് കാലൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ഈ ടൈം ആകുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്തു തരുമല്ലോ. പിന്നെ കുറേ നേരം എൻ്റെ കാലൊക്കെ അമർത്തി തന്നു. അപ്പോഴേക്കും നമ്മളെ കാത്തുമ്മ എന്നിട്ട് പിണങ്ങാൻ തുടങ്ങി, അവൾക്ക് ചെയ്തു തന്നില്ല പറഞ്ഞിട്ട്. പിന്നെ കുറേ നേരത്തേക്ക് അവളെ കാല് ഒഴിയിപ്പിക്കലായിരുന്നു അവളുടെ മെയിൻ പരിപാടി. അമ്മയുടെ ഉന്നില്ല അതേപോലെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്തോണ്ട് ഞാൻ കിടക്കണ പോലെയൊക്കെ കിടക്കണ്ട അവള്. എന്താ ഇതിനോട് ചെയ്യുക, അത്ര കുറുമ്പത്തേയിട്ടാണ് അവള് വരുന്നത്. ഇതിന്റെ മുകളിൽ വെച്ചമ്മ. പിന്നെ ഒരു സൈഡിൽ നമ്മളൊക്കെ ആത്മ ഫുഡ് കഴിച്ചിട്ട് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ മെയിനായിട്ട് ചമ്മന്തി കൂട്ടിയിട്ടാണ് അവൾ ചോറ് കഴിക്കുന്നത്. അവൾക്ക് ഇഷ്ടമാണ്. എൻ്റെ മിക്ക ടേസ്റ്റും അവൾക്കുണ്ട്. അവൾക്ക് പരിപ്പുപ്പേരി ഇഷ്ടമാണ്, ചമ്മന്തി കൂട്ടി ചോറുണ്ടാവും ഇഷ്ടമാണ്. ആ കേസിലൊക്കെ എൻ്റെ തനി സ്വഭാവമായിട്ട് അവൾക്ക്. എനിക്കാണ് ചമ്മന്തി മാത്രം കൂട്ടി ചോറിന് വലിയ ഇഷ്ടമല്ല. എനിക്ക് അപ്പുറത്ത് എന്തെങ്കിലും കറികൾ വേണം. ഞാൻ വെള്ളം കൊടുത്തപ്പോൾ വെള്ളമൊന്നും വേണ്ട, എനിക്ക് എരിയണില്ല എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങൾ തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതാ നല്ല ക്യാരറ്റ് ഉപ്പേരും ബീട്രൂട്ട് ഉപ്പേരും മാങ്ങച്ചാറും പിന്നെ ഈ നാരങ്ങ അച്ചാറിൽ പച്ചമുളക് ഇട്ടിട്ട് അച്ചാറിടില്ലേ, വെള്ള കളർ അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്, മുട്ട ഓംലേറ്റ് ഉണ്ട്, ഉണക്കമീൻ വറുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചത്തെ ഫുഡ് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് എനിക്ക് അമ്മയ്ക്ക് നല്ല പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അപ്പം കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഛർദ്ദിക്കാൻ വരും, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ നമ്മളെ പൊതിച്ചോറ് എടുത്തു കൊടുത്തിട്ടുണ്ട്. എമ്മി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്യാരറ്റ് ഉപ്പേരും ബീട്രൂട്ട് ഉപ്പേരും ചമ്മന്തി മുട്ട ഓംലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി പൊതിച്ചോറാണ്. എന്താ അറിയോ, ചമ്മന്തി ക്യാരറ്റ് ഉപ്പേരി മാത്രം മതി, നല്ല രസമായി. ഇങ്ങനെ എടുത്തിങ്ങനെ കുഴയ്ക്കുക. എമ്മി മാങ്ങച്ചാറിൻ്റെ ഇടയില് എമ്മി എമ്മി കുറച്ചുകൂടെ കഴിഞ്ഞ് എനിക്ക് അടുക്കളയിൽ കയറാൻ വയ്യാതെ കഴിഞ്ഞാൽ നമ്മോട് സ്ഥിരം ഇങ്ങനെ അവർ പൊതിച്ചോറ് കൊണ്ടുവരാൻ പറയാം. എന്താ അഭിപ്രായം? പക്ഷെ ഇങ്ങനെ പൊതിച്ചോറിന്റെ ടേസ്റ്റ് വേറെ ലെവലാട്ടോ. നമ്മള് പ്ലേറ്റിൽ കഴിക്കുമ്പോ കിട്ടില്ല, ഇങ്ങനെ പൊതിയിലാണ് കഴിക്കും. വാഴയില ടേസ്റ്റ്, കറികളൊക്കെ മിക്സ് ആയതിന്റെ ടേസ്റ്റ് കുഴപ്പമില്ല കേട്ടോ. സ്കൂളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകണ ചോറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. എനിക്ക് അമ്മ സ്കൂളിലേക്ക് ഇതുപോലെ ക്യാരറ്റ് ഉപ്പേരിക്ക് ഉണ്ടാക്കി എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ.
അതിൻ്റെയൊക്കെ ടേസ്റ്റ്. അതുപോലെ ഉണക്കമീൻ വെക്കാറുണ്ട്, അതും സ്കൂളിൽ കൊണ്ടുപോകും. ശരിക്കും പാടില്ല. ചമ്മന്തി എന്നറിയോ, ഇതിങ്ങനെ ഉണക്കമീൻ നുള്ളിയിട്ട് ചോറിൻ്റെ ഉള്ളിലിടും, ഇങ്ങനെ നുള്ളിട്ട് വയ്ക്കും. അതിന് ഞാൻ ഗ്യാപ്പ് നിർത്തി കഴിക്കും. ശരിക്കും പാടില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഉപ്പേരി മാത്രം കൂട്ടി ചോറിന് ഇഷ്ടം. എനിക്ക് മീൻ വേണം, മുട്ട മാത്രം ഉണ്ടായാലും മതിയാവില്ല. മറ്റേ ഇന്നത്തെ കോമഡി പോലെ കല്യാണത്തിന്റെ കുറച്ച് ഉണക്കമീൻ വെച്ചിട്ട് ഉണക്കമീൻ ഇല്ലാതെ ചോറിറങ്ങില്ല എന്ന് പറയുന്ന അവസ്ഥക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് മിക്ക ദിവസം ഉണക്കമീൻ ഉണ്ടാവും. യമ്മി യമ്മി. മനസ്സറിഞ്ഞ് ഫുഡ് കഴിക്കാൻ പറ്റി. നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചടുത്തേക്ക് എനിക്ക് മലമ്പാമ്പ് മിഴുങ്ങിയ പോലെ കുറച്ചരക്ക് അടുപ്പ് കെടുക്കും. കാരണം എനിക്ക് ഭയങ്കര വിമഷ്ടയുടെ ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ടായി. സത്യത്തിൽ എനിക്ക് സംശയം ഉണ്ട്, എനിക്കാണ് ഇവനാണ് ഗർഭമെന്ന്. ഛർദി വന്നെ, എനിക്ക് ഓക്കാനും മാത്രമല്ല ഛർദി വന്നെ. അപ്പൊ ഇത് ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഞാൻ എന്തായാലും നല്ല സമയത്ത് വന്നു. പണി മൊത്തം എനിക്ക് തന്നെ കിട്ടിയെന്നോ. ഭയങ്കര ബുദ്ധിമുട്ടായി. രാത്രി മൊത്തം ഛർദിയാ. യമ്മി. അമ്മ ചിന്തിക്കും ഇവള് ഛർദിക്ക് എന്താ ശബ്ദ വ്യത്യാസം. ആ നിലയ്ക്ക് ഓളിട്ട് ഛർദിക്കുന്നു. ഞാനല്ലാണ്ട് സത്യത്തില് ഛർദി. അയ്യോ തൊണ്ടന് കഫം ഭയങ്കര ഇതായി. മതി തന്നെ കഴിച്ചോ? ഗർഭിണി എന്തിനാണ്ട് ബുദ്ധിമുട്ടാവാനാണ്. ഞാൻ കുറച്ച് ഉഷാറാ. ഇത്ര ദിവസം ഭയങ്കര പേടി. എനിക്ക് വയ്യാതെ എനിക്ക് എന്താ പറ്റിയെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. വിശേഷം അറിഞ്ഞപ്പോ ഓക്കെ ഇതിന്റെ എപ്പോഴും അമ്മി പറയാൻ പറ്റില്ലടി, വേറെ എന്തിനൊക്കെ പറയട്ടെ. വിശേഷം എന്താന്ന് അറിഞ്ഞപ്പോ പിന്നെ ഓക്കെ ഇതിന്റെ അന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഫുൾ പവറാണ്. ഞാൻ ഫുള്ളായിട്ട് ആക്റ്റീവായി നടക്കുന്നത് ഇല്ലേ. ഒന്ന് ചെയ്തോട്ട് 3 നേരം കേട്ടാ. അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ.